Dear students, രണ്ടാമത്തെ ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓവർഹെഡ്സ് ആയിരുന്നു. ഓവർഹെഡ്സ് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിനെയാണ് നമ്മൾ ഓവർഹെഡ്സ് എന്ന് പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓവർഹെഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൽ പറയാനുള്ള ഒരു 3 ടോപ്പിക്കാണ് ഞാനിവിടെ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് കോഡിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്. സെക്കൻഡ് വൺ കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ്. തേർഡ് വൺ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്സ്. ഇതിൽ കോഡിഫിക്കേഷനും കളക്ഷനും ജസ്റ്റ് തിയറി മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷനിലാണ്. അപ്പോൾ ഫസ്റ്റത്തെ നോക്കുക, കോഡിഫിക്കേഷൻ. നമ്മൾ ഓവർഹെഡ്സിനെ ക്ലാസിഫൈ ചെയ്തത് എന്തൊക്കെ ബേസിലായിരുന്നു? ഫംഗ്ഷൻ്റെ ബേസിൽ, ബിഹേവിയറിൻ്റെ ബേസിൽ, എലമെൻറ്റ്സിൻ്റെ ബേസിലൊക്കെ ക്ലാസിഫൈ ചെയ്തില്ലേ? ഈ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഓവർഹെഡ്സിന് നമ്മൾ എന്ത് ചെയ്യാം? കോഡിഫൈ ചെയ്യുക. അതായത് അവർക്ക് നമ്പറുകളോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കോഡുകളോ അല്ലെങ്കിൽ സിമ്പലുകളോ വെച്ചിട്ട് നമ്മൾ സ്പെഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുക. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് കോഡിഫിക്കേഷൻ ഓഫ് ഓവർഹെഡ്സ്. അതായത് ഓവർഹെഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഡിഫറെൻറ്റ് കോഡുകളാക്കി മാറ്റാം. അതാണ് വരുന്നത്. ഇനി കോഡിഫിക്കേഷൻ എന്നുള്ളത് പറയുകയാണെങ്കിൽ നമ്മളതൊരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ എന്താണെന്ന് നോക്കുക. കോഡിഫിക്കേഷൻ ഈസ് അലോട്ട്മെൻറ്റ് ഓഫ് കോഡ് ഓർ സിമ്പൽ ഓർ നമ്പർ ടു ഈച്ച് ഹെഡ് ഓഫ് എക്സ്പെൻസസ്. അതായത് നമുക്ക് ഓരോ എക്സ്പെൻസുകളെ എന്ത് ചെയ്യുക, കോഡാക്കിയിട്ടോ നമ്പേഴ്സ് ആക്കിയിട്ടോ സിമ്പിൾസ് ആക്കിയിട്ട് we have to easily understand or to identify. ഈസി ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അല്ല മനസ്സിലാക്കാനും ഐഡൻറ്റിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ഈ ഓവർഹെഡ്സുകളെ നമ്മൾ എന്ത് ചെയ്യുക, കോഡാക്കുക. ആ പ്രോസസ്സാണ് കോഡിഫിക്കേഷൻ. ഇനി രണ്ടാമത്തത് വരുന്നത് കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ്. ഓവർഹെഡ്സിൽ നമ്മൾ പറഞ്ഞു ഫാക്ടറിയിലേക്ക് വരുന്ന ഓവർഹെഡ്സ് ഉണ്ട്, സെല്ലിങ്ങിലേക്ക് വരുന്ന ഓവർഹെഡ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂഷന് വരുന്ന ഓവർഹെഡ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാറ്റഗറി പറഞ്ഞു. ഈ കാറ്റഗറിയിലേക്കും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കാറ്റഗറിയിലേക്ക് നമ്മൾ എങ്ങനെയൊക്കെ ഓവർഹെഡ്സിനെ കളക്ട് ചെയ്യാം. അപ്പോൾ ഫാക്ടറിയിലേക്ക് വേണ്ട ഓവർഹെഡ്സ് ആണെങ്കിൽ ഡിപ്രീസിയേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, പ്ലാന്റ് ബിൽഡിംഗ് പോലെയുള്ള ഫിക്സഡ് അസറ്റ്സിൻ്റെ ഡിപ്രീസിയേഷൻ ആണെങ്കിൽ അതെന്ത് ചെയ്തു, ഫാക്ടറി ഓവർഹെഡ് എന്നുള്ള കാറ്റഗറിയിലേക്ക് നമ്മൾ കളക്ട് ചെയ്യുക. അങ്ങനെ ഓരോ കാറ്റഗറിയിലേക്കും വരുന്ന ഓവർഹെഡ്സ് ഏതാണോ അതിനെ കളക്ട് ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് കളക്ഷൻ ഓഫ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്. അപ്പം കോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈക്വലായിട്ട് അതിന് നമ്പറോ അല്ലെങ്കിൽ സിമ്പിൾസോ വെച്ചിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് കോഡിഫിക്കേഷൻ എന്ന് പറയും. അത് ഓരോ കാറ്റഗറി ആക്കിയിട്ട് അതിനെ തിരിക്കുന്നതിന് നമ്മൾ കളക്ഷൻ എന്ന് പറയും. അടുത്തത് നോക്കുക, ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ ഓഫ് ഓവർഹെഡ്സ്. ഈ ഓവർഹെഡ്സിനെ നമ്മൾ എന്ത് ചെയ്യാം, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അതാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ആഫ്റ്റർ ക്ലാസിഫിക്കേഷൻ. ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ക്ലാസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തത്. അപ്പോൾ ആഫ്റ്റർ ക്ലാസിഫിക്കേഷൻ, കോഡിഫിക്കേഷൻ ആൻഡ് കളക്ഷൻ ഓഫ് each item of overheads. The next step is departmentalization. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്താ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പ്രോസസ് ഓഫ് അലോക്കേഷൻ ആൻഡ് അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ് ടു വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓർഗനൈസേഷനിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഓരോ ഓർഗനൈസേഷനിലുണ്ട്. അപ്പോൾ ഓരോ ഓർഗനൈസേഷനിലും ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് ഓവർഹെഡ്സിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റലൈസേഷൻ നോക്കുക, അതിന് പറയുന്ന വേറൊരു പേരാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോർഷൻമെൻറ്റ് ഓഫ് ഓവർഹെഡ്സ്. ഇനി ഈ അപ്പോർഷൻമെൻറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത് 2 കാറ്റഗറി ആയിട്ടാണ്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡറിയിലാണ് കൂടുതൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നോക്കുക, പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷനാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് ബിൽഡിങ്ങിൻ്റെ റേഷ്യോ അനുസരിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പം എന്ത് ചെയ്യുക, അത് 2 ഡിപ്പാർട്ട്മെൻറ്റുകൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതായത് 2 ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇങ്ങനെ 2 ഡിപ്പാർട്ട്മെൻറ്റാണ് ഓർഗനൈസേഷനിലുള്ളത്.
നോക്കുക, S&P, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഈ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും ഈക്വലായിട്ട് അവരുടെ പ്രിസ്ക്രൈബ്ഡ് റേഷ്യോ ഏതാണോ ആ റേഷ്യോ ബേസിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതായത് വെൻ ഓവർ ഹെഡ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ടു ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതായത് 2 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഏതൊക്കെയാണ്, പ്രൊഡക്ഷനും സർവീസും. അതുകൊണ്ടാണ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഈ 2 ഡിപ്പാർട്ട്മെൻറ്റിനും ഓവർ ഹെഡ്സിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ വെൻ the total of overheads are allocated to service departments as apportioned again to the പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ പറഞ്ഞാൽ അവരുടെ എത്രയാണോ വാല്യൂസ് വരുന്നത് ആ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവരുടെ വാല്യൂസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതിനാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, അപ്പോർഷൻമെൻറ്റിൽ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്, പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും. പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ ഓൾ ഡിപ്പാർട്ട്മെൻറ്റിന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും അതേപോലെ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഡിവൈഡ് ചെയ്യുന്നതാണ് നമ്മൾ പ്രൈമറിയിൽ പറയുന്നത്. സെക്കൻഡറിയിൽ നമ്മൾ നോക്കുന്നത് ആരെ മാത്രമേ ഉള്ളൂ, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് വിട്ടുകൊടുക്കും. അതാണ് സെക്കൻഡറിയിൽ വരുന്നത്. ഇങ്ങനെയാണ് 2 ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതിൽ നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനാണ് ആദ്യം നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നോക്കുക, പ്രൈമറി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് 2 ആൾക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു പറഞ്ഞു. അതായത് ആർക്കൊക്കെ, സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിനും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി ആ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവർക്കും കാണാം ഏതൊക്കെ ഐറ്റങ്ങളാണ് എന്തിൻ്റെ ബേസിലാണ് നമ്മൾ റേഷ്യോ കാണുന്നതെന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാം. ഇതാണ് ഐറ്റംസ്. ഫസ്റ്റ് ഐറ്റം റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. സെക്കൻഡ് വൺ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്. ക്ലിയർ ആവുന്നുണ്ടോ നോക്കുക. ഇതാണ് ഐറ്റങ്ങൾ വരുന്നത്. ഫസ്റ്റ് ഐറ്റം റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. അത് ഡിവൈഡ് ചെയ്യുന്നത് ഫ്ലോർ ഏരിയൻ്റെ ബേസിൽ. സെക്കൻഡ് വൺ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, അതും ഡിവൈഡ് ചെയ്യുന്നത് ഫ്ലോർ ഏരിയൻ്റെ ബേസിൽ. ഡിപ്രീസിയേഷൻ ആണെങ്കിൽ അസറ്റിൻ്റെ വാല്യൂവിൻ്റെ ബേസിലാണ് റേഷ്യോ കാണുന്നത്. റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി അസറ്റ് വാല്യൂ, ഇൻഷുറൻസ് അസറ്റ് വാല്യൂ. ലൈറ്റിംഗ് ആണെങ്കിൽ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ് ബേസിൽ, പവർ HP ബേസിൽ, സൂപ്പർവൈസർ, അതുപോലെ ക്യാൻറ്റീൻ എക്സ്പെൻസ്, ടൈം കീപ്പിംഗ് എക്സ്പെൻസ്, വെൽഫെയർ എക്സ്പെൻസ്, വർക്ക്മെൻ കോമ്പൻസേഷൻ. ഇതൊക്കെ നമ്പർ ഓഫ് വർക്കേഴ്സിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ അടുത്തത് ഓവർ ടൈം വന്നാൽ ലേബേഴ്സിന് കൊടുക്കുന്ന അവരുടെ റെമ്യൂണറേഷൻ, ലേബർ ഹവേഴ്സ് എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ളതിനനുസരിച്ചിട്ട് ESI PF ഒക്കെ വരുന്നത് വേജസിൻ്റെ ബേസിൽ. ജനറൽ ഓവർ ഹെഡ്സ് വേജസ് ബേസിൽ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, അതേപോലെ സ്റ്റോഴ്സ് ഓവർ ഹെഡ്, ദെൻ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ട്, മാനേജീരിയൽ സാലറീസ്, ഓഡിറ്റ് ഫീസ്. ഇതൊക്കെ ഓരോന്ന് എന്തിൻ്റെയൊക്കെ ബേസിലാണ് ഡിവൈഡ് ചെയ്യുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇത് വെച്ചിട്ടാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് പ്രോബ്ലമാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ എഴുതിയെടുത്തിട്ട് അതിൻ്റെ ഫോട്ടോ നിങ്ങൾ പേഴ്സണലി എനിക്ക് വാട്സപ്പ് ചെയ്യണം. അപ്പോൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോത്ത് സർവീസ് ആൻഡ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, 2 ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മളിപ്പോൾ പറഞ്ഞ ആ ടേബിൾ പ്രകാരം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ പ്രോബ്ലമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, കൈരളി ലിമിറ്റഡ് ഹാസ് 5 ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഒരു കൈരളി ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി എത്ര ഡിപ്പാർട്ട്മെൻറ്റ് കാറ്റഗറി ചെയ്തിട്ടുണ്ട്? A, B, C, D and E, ഇങ്ങനെ 5 ഡിപ്പാർട്ട്മെൻറ്റുകളുള്ളത്. ഇതിൽ A, B and C ആർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് D and E ആർ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഫസ്റ്റത്തെ 3 ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും D and E സർവീസ് ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അവരുടെ എക്സ്പെൻസ്, ഓവർ ഹെഡ് എക്സ്പെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. റെൻറ്റ് 10,800, ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് 54,000, ഡിപ്രീസിയേഷൻ ഓഫ് അതർ അസറ്റ്സ് 42,000, ഇൻഷുറൻസ് ഓഫ് ബിൽഡിംഗ് 9,600, ഇൻഷുറൻസ് ഓഫ് പ്ലാൻ 8,400,
Rates and taxes 3,000, lighting 12,800, power 16,500, stores overhead 5,400, സബ്സിഡി ടു ക്യാൻറ്റീൻ 15,600. ഇത്രയാണ് ഐറ്റങ്ങൾ തന്നിരിക്കുന്നത്. ജസ്റ്റ് അവരുടെ വാല്യൂ മാത്രമേ ഉള്ളൂ തന്നിരിക്കുന്നത്. ഇപ്പോൾ റെൻ്റാണ്, റെൻറ്റിൻ്റെ വാല്യൂ 10,800 എന്നുള്ള വാല്യൂ തന്നുള്ളൂ. ഇനി നമ്മളത് എന്ത് ചെയ്യണം? അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം, ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. അതിനാണ് അതിൻ്റെ കൂടെ ആയിരിക്കും ബാക്കി താഴത്തുള്ള ക്വസ്റ്റ്യൻസ് തരിക. കണ്ടോ? ഏരിയൻ്റെ ബേസിൽ, നമ്പർ ഓഫ് എംപ്ലോയീസിൻ്റെ ബേസിൽ, വാല്യൂ ഓഫ് അസറ്റ്സിൻ്റെ ബേസിൽ, നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ് ബേസിൽ, ഹോഴ്സ് പവർ ബേസിലും, വാല്യൂ ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ബേസിലും. ഇതിൽ നോക്കുക, ഏരിയയിൽ 5 ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. 3,000, 4,000, 4,000, 2,000 ആൻഡ് 2,000. അപ്പോൾ അവരുടെ റേഷ്യോ എന്ന് പറയുന്നത് 3:4:4:2:2. ഇതാണ് റേഷ്യോ. അപ്പം ഏരിയൻ്റെ ബേസിൽ ഈ ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും ഇപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്യാൻ ഉണ്ടാവുക നോക്കുക. ഏരിയൻ്റെ ബേസിൽ ഫസ്റ്റ് വണ്ണുള്ള റെൻ്റാണ്. റെൻറ്റ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഏരിയൻ്റെ ബേസിലാണ്. അപ്പോൾ ഏരിയൻ്റെ ബേസിലാകുമ്പം എഴുതുന്നത് 10,800 ഇൻറ്റു റേഷ്യോ കാണാം. ഫസ്റ്റത്തെ ഡിപ്പാർട്ട്മെൻറ്റ് എ ആണെങ്കിൽ എൻ്റെ റേഷ്യോ എത്ര വരും? 3 ബൈ ടോട്ടൽ വാല്യൂ എത്രയാണ് വരുന്നത് നോക്കുക. ടോട്ടൽ വാല്യൂ വരുന്നത് 15 അല്ലേ? 3 + 4 + 4 + 2 + 2, അപ്പോൾ 15 ആണ്. അപ്പോൾ 3/15 അതാണ് എൻ്റെ വാല്യൂ. ബി ആണെങ്കിൽ 10,800 ഇൻറ്റു 4/15. അങ്ങനെ ഓരോരുത്തർക്കും വാല്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് നോക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിൽ ആദ്യം എഴുതിയെടുക്കുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പറയും പ്രോബ്ലം. ആ പ്രോബ്ലം പറയണതിനനുസരിച്ചിട്ട് ചെയ്താൽ മതി.